ഫെഡറൽ സർക്കാർ മേഖലയിൽ എമിറാത്തി ജീവനക്കാരുടെ എണ്ണം 65% എത്തിയതായി സാമ്പത്തിക കാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ ഹാദി അൽ ഹുസൈനി ഇന്നലെ നടന്ന ഫെഡറൽ നാഷണൽ കൌൺസിൽ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 2025 മാത്രം 5370 സ്വദേശി നിയമനങ്ങളാണ് നടന്നത്. മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി രാജിവെച്ച് പോകുന്നവരുടെ എണ്ണം 5% താഴെയായി നിലനിർത്താൻ സാധിച്ചതായും FNC അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ എല്ലാ തസ്തികകളിലും പൂർണ്ണമായ സ്വദേശിവൽക്കരണം പ്രായോഗികമല്ല. സ്വദേശി വിദേശി ജനസംഖ്യ തമ്മിലുള്ള അനുപാതവും നിലവിൽ ലഭ്യമായ തൊഴിലവസരങ്ങളും പരിഗണിക്കുമ്പോൾ എല്ലാ ജോലികൾക്കും പൂർണ്ണമായി സ്വദേശികളെ മാത്രം നിയമിക്കുന്നത് സാധ്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനൊപ്പം നിലവിലുള്ള ജീവനക്കാരെ ജോലിയിൽ നിലനിർത്തുന്നതും പ്രധാനമാണ്. സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തവും മത്സരശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ നാഫിസ് പദ്ധതി ഇതിന് പിന്തുണ നൽകുന്നതാണെന്നും അൽ ഹുസൈനി പറഞ്ഞു. മികച്ച തൊഴിൽ നയങ്ങൾ കാരണമാണ് വിടുതൽ നിരക്ക് കുറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 അന്തിമ സാമ്പത്തിക കണക്കുകൾ FNC അവലോകനം ചെയ്യുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. UAEയിലെ സ്വകാര്യ കമ്പനികൾക്ക് തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ 10% എമിറേറ്റൈസേഷൻ പൂർത്തിയാക്കാനുള്ള അന്തിമ കാലാവധി 2026 ഡിസംബറോടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായി വരുന്ന ജൂൺ 30-നകം സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ അർദ്ധവാർഷിക ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്ന് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിശ്ചിത കോട്ട തികയ്ക്കാത്ത കമ്പനികൾക്ക് ഒരു സ്വദേശി ജീവനക്കാരന് പ്രതിമാസം 10,000 ദിർഹം വീതം പിഴ ചുമത്താനാണ് തീരുമാനം. കൂടാതെ വ്യാജ സ്വദേശിവൽക്കരണം തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനകളും UAE ശക്തമാക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടുകൂടി മലയാളി പ്രവാസികളും ആശങ്കയിലാണ്. എൻട്രി ലെവൽ ജോലികൾക്ക് പുറമെ മിഡ് ലെവൽ മാനേജരിയൽ തസ്തികകളിലേക്കും സ്വദേശിവൽക്കരണം വ്യാപിപ്പിച്ചത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുടെ തൊഴിൽ സുരക്ഷിതത്വത്തെ ബാധിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ കൂടുതൽ പ്രവാസികൾക്ക് രാജ്യം വിടേണ്ടി വരുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. സൗദി അറേബ്യയിൽ പ്രൊക്യൂർമെന്റ് പർച്ചേസ് തൊഴിലാളികളിൽ 70% സ്വദേശിവൽക്കരണം പ്രാബല്യത്തിലെത്തി. 3 അതിലേറെയോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലെ ഈ ജോലിയിലെ 12 തസ്തികകളാണ് സ്വദേശിവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 31 മുതലാണ് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രാദേശികവൽക്കരണ നിരക്ക് 70% ഉയർത്താനുള്ള തീരുമാനം നടപ്പിലാക്കാൻ തുടങ്ങിയത്. പ്രൊക്യൂർമെന്റ് മാനേജർ, പ്രൊക്യൂർമെന്റ് റെപ്രസെന്റേറ്റീവ്, കോൺട്രാക്ട് മാനേജർ, വെയർഹൌസ് കീപ്പർ, ലോജിസ്റ്റിക്സ് മാനേജർ, വെയർഹൌസ് മാനേജർ, ടെൻഡർ സ്പെഷ്യലിസ്റ്റ്, പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ്, ഇ-കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ്, വെയർഹൌസ് സ്പെഷ്യലിസ്റ്റ്, പ്രൈവറ്റ് ലേബൽ സപ്ലൈ സ്പെഷ്യലിസ്റ്റ് എന്നിവയാണ് സ്വദേശിവൽക്കരണ തോത് 70% വർദ്ധിപ്പിച്ചത്. സ്ഥാപനങ്ങളിലെ തീരുമാനം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള തുടർ നടപടികളും നിർദ്ദിഷ്ട സ്വദേശിവൽക്കരണ നിരക്കുകളായി അവ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലും മോണിറ്ററിംഗ് ടീമുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിവിധ തൊഴിലുകളിലും മേഖലകളിലും പ്രാദേശികവൽക്കരണ നിരക്കുകൾ ഉയർത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. തൊഴിൽ വിപണി തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സംഭരണ മേഖലയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷനുകളിൽ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്. ഭാവിയിലെ തൊഴിൽ വിപണി ആവശ്യകതകളെ യോഗ്യതയുള്ള ദേശീയ തൊഴിലന്വേഷകരുടെ എണ്ണവുമായി യോജിപ്പിക്കുന്നതിനും സ്വകാര്യ മേഖലയിലെ ഗുണനിലവാരമുള്ള ജോലികളിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഈ തീരുമാനം ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.